പക്ഷെ പ്രവർത്തനത്തിൽ വരുമ്പോൾ ശാസ്ത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോ ഇത്തരം മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ആ കുടുംബം ഇതുവരെ ഇതെവിടെയാണ്, എവിടെ പോയി എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം അത് അഴുകിയ നിലയിലാണെങ്കിലും അതല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടമെങ്കിലും കിട്ടിയല്ലോ എന്നത് തീർച്ചയായിട്ടും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ, അതായത് എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുന്നു എന്നുള്ളത് റഡാറും മറ്റൊക്കെ ഉപയോഗിച്ച് കണ്ടെത്തിയതിന്റെ ഒരു ഫലമാണ്. എത്ര ദിവസം എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം, കേരളത്തിലുണ്ടായ പേമാരി, ആ ഒരു മഴ ശക്തമായപ്പോൾ നീരൊഴുക്ക് വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത ചുറ്റുപാട് വന്നപ്പോഴാണ് ആദ്യ സമയത്തൊന്നും അത് കിട്ടാതെ പോയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷ്യക്ഷാമമായിരുന്നു. അപ്പോൾ അതിന് ആദ്യത്തെ 2-3 പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ ആവിഷ്കരിച്ച എം.എസ്. സ്വാമിനാഥന്റെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ച ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഗ്രീൻ റവല്യൂഷൻ, അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ലോകത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമായിരുന്നു. ഇന്ന് നമ്മൾ പ്രയാസപ്പെടാതെ തന്നെ ഏതൊരാൾക്കും വീട്ടിലേക്ക് അരി എത്തുന്ന രീതിയിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കാർഷിക മേഖല വികാസം പ്രാപിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് കഴിവുകൾ, ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും അതൊക്കെ നേരത്തെ കണ്ടെത്താനും അതൊക്കെ ചികിത്സ നൽകാനും ഇന്ന് ഒരു വലിയ അളവോളം ശാസ്ത്രം വിജയിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെ നമ്മൾ